ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് തിരുനെല്ലി അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ വീട്ടിൻ്റെ അവിടെ തന്നെ ഒരു ബസ്സുണ്ട്. അതിന് നേരെ നമ്മൾ ഇരിട്ടിയിലേക്ക് പോയി അവിടെ നിന്ന് മാനന്തവാടിയിലേക്ക് പോകാൻ പോകുന്നത്. നമ്മളെന്നിട്ട് ഇരിട്ടിയിലെത്തി സ്റ്റേറ്റിന് കയറി. 7:40 സ്റ്റേറ്റിനാണ് കയറിയത്. അപ്പോൾ എന്നിട്ട് ഒരു 9:40 കറക്റ്റ് മാനന്തവാടി എത്തിയതിന്. എനിക്ക് മാനന്തവാടി വയനാട് കയറി ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് ബോധം വന്നു. ഞാൻ ചത്ത പോലെ കിടന്നുറക്കേന് ഗായ്സ്. ചുരം കയറി കഴിഞ്ഞ് വയനാട് കയറുമ്പോൾ ഒരു കുറേ കാപ്പിത്തോട്ടവും തേയിലത്തോട്ടം ഇറ്റപ്പൊനി ഒരു സെറ്റ് വ്യൂ തന്നെയാണ്. അടിപൊളിയാണ്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. അടിപൊളി തന്നെയാണ്, ഒന്നും പറയാനില്ല, രക്ഷ. മാനന്തവാടിയിൽ നിന്ന് നമ്മൾ നേരെ ഈ കാണുന്ന സ്ഥലത്തേക്ക് വന്ന്. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് നേരെ നമ്മൾ KSRTCക്ക് തിരുനെല്ലി ബസ്സിൽ കയറി പോവുകയാണ് ചെയ്തത്. ഡയറക്റ്റ് തിരുനെല്ലി അമ്പലത്തിൻ്റെ അങ്ങോട്ട്. അമ്പലത്തിലേക്കുള്ള ആ വ്യൂ എൻ്റെ പൊന്നി, ആ സ്റ്റേറ്റിൽ തന്നെ പോകണം. പ്രത്യേക വൈബാണ്. കുറേ പൈൻ മരങ്ങളെല്ലാം ആയിട്ട് കണിക്കൊന്നയൊക്കെ പൂത്തിട്ട് നല്ല രസമുണ്ടേനു. ഫുള്ള് കാപ്പിത്തോട്ടമാണ്. എന്നാലും ഇടയ്ക്ക് പറയാലോ. കുഞ്ഞു റോഡല്ലേ? ഇതാണ് എൻ്റെ. ഓ, പക്ഷെ ഇന്ന് വെട്ടാൻ പറ്റൂല്ലോ. അതല്ലേ മാട്ടേഴ്സിന് കരിഞ്ഞിരിക്കുന്നില്ലേ മൊത്തം? ആ പൂ കരിഞ്ഞു പോയതായിരിക്കും. തിരുനെല്ലിയിൽ നിന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞിട്ടും കുറച്ച് ദൂരം അമ്പലത്തിലേക്ക് നടക്കാനുണ്ടേനു. ഇച്ചിരി ദൂരം നടക്കണം. ഞങ്ങളെല്ലാവരും കൂടെ പാപനാശത്തിൽ പോയിട്ട് വെള്ളത്തിൽ മുങ്ങാൻ വേണ്ടി വന്നായിരുന്നു. അതെവിടെയൊന്നും തപ്പിക്കൊണ്ട് നടക്കലായിരുന്നു. പിന്നെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബാഗെല്ലാം അവിടെ വെച്ച് പിന്നെ തിരിഞ്ഞ് താഴെയാണ് ആ പുഴയിലേക്ക് പോകേണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ താഴേക്ക് നടന്നു പോയി. എന്നിട്ട് കുളിച്ച് വന്നതിന് ശേഷം അന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്തത്. ഓരോ സമയത്ത് ഓരോ പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൂജയൊക്കെ സമയത്ത് അത് അമ്പലം അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കും. അതിന് ശേഷം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ആ പുഴയിലേക്ക് കുറേ ദൂരം നടക്കാനുണ്ട്, അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്. ചെറിയൊരു അരുവി പോലെ അത്യാവശ്യം മുങ്ങാനുള്ള വെള്ളമെല്ലാം ഉണ്ട് ഞങ്ങൾ പോയപ്പോൾ സമയത്ത്. പിന്നെ തണുത്ത വെള്ളം, രക്ഷയില്ലാത്ത വെള്ളം. പിന്നെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ അധികം പറ്റത്തില്ല. അങ്ങനെ പാവനാശത്തെല്ലാം പോയി മുങ്ങി കുളിച്ച് താഴോട്ട് പോവുകയാണ്. അപ്പോൾ തണുത്ത വെള്ളം, ഭയങ്കര തണുത്ത്, നല്ല രസമുണ്ട് കുളിക്കാൻ. അങ്ങനെ മുങ്ങി തണുത്ത വെള്ളമാണ്. ആ തണുത്ത വെള്ളത്തിൽ പോയിട്ട് 3 പ്രാവശ്യം മുങ്ങി കുളിച്ച് അമ്പലത്തിൽ കയറി. അതിനുശേഷം ഞങ്ങൾ താഴെ വന്ന് ഒരു സ്റ്റോറിൽ കയറി. ഞാൻ അവിടെ നിന്ന് തേൻനെല്ലിക്കയും വേറെ എന്തോന്നും കൂടെ മേടിച്ചെന്ന് തോന്നുന്നു. എന്തോ ശർക്കര പോലത്തെ എന്താ പറയുക, പനങ്കൽക്കണ്ടം. അത് തന്നെ, പനങ്കൽക്കണ്ടോ മേടിച്ച്. നല്ല തേനിലിട്ട നെല്ലിക്ക ഒരു രക്ഷയില്ലാത്ത, നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഇത്ര സാധനങ്ങളാണ് അവിടെ നിന്ന് മേടിച്ചത്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം നല്ലൊരു ഊണും കഴിച്ച് അപ്പാടെ തന്നെ അടുത്ത ബസ് കിട്ടി. നേരെ മാനന്തവാടിയിലേക്ക് നമ്മൾ പോയി. എന്നിട്ട് അവിടെ നേരെ നമ്മൾ ഇരിട്ടിയിലേക്കുള്ള ബസ് കയറി. മാനന്തവാടിയിൽ നിന്ന് സ്റ്റേറ്റ് കയറി. അങ്ങനെ എല്ലാം ശടപടി കഴിഞ്ഞു. അടിപൊളി, നല്ലൊരു യാത്ര ചെയ്യുന്നു. അടിപൊളി, എനിക്കിഷ്ടമായി. ഏകദേശം ഒരു 5 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി. അതിന് ശേഷം ഞാൻ ചായയെല്ലാം കുടിച്ച് വേഗം തന്നെ എനിക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകേണ്ടി വന്നു. അപ്പോൾ അതിന് പോയി. ഇതൊരു കുഞ്ഞു വ്ളോഗാണ്, അധികമൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഓക്കെ, ബൈ ഗായ്സ്.